മൈ ലൈഫ് സ്റ്റോറീസ് എപ്പിസോഡ് നമ്പർ 1. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ലൈഫിൽ കുറെ പേര് ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു വരും. അങ്ങനെ വരുന്നതിൽ കുറെ പേര് അവരുടെ കൺവീനിയൻസിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കുറെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ആ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്നത്. ആക്ച്വലി സ്പീക്കിംഗ്, ഇതൊരു ട്രാപ്പ് ആണ്. ഈ ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ കണ്ടം വഴി ഓടിക്കോണം, തിരിഞ്ഞു പോലും നോക്കരുത്. അവരുടെ നല്ല ബിഹേവിയർ മാത്രമായിരിക്കും നമ്മളെ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഒരിടത്തിൽ പെട്ടിരിക്കുവാണെങ്കിൽ അവരുടെ പൊടി പോലും ആ പരിസരത്ത് കാണത്തില്ല. അവർ നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ ആ ബിഹേവിയർ പാറ്റേൺ ഉള്ളവരല്ല. അവർക്ക് എക്സ്ക്യൂസസ് ഉണ്ട്, അവർക്ക് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു പ്രശ്നമേ അല്ലായിരിക്കും. അവർക്ക് മാത്രമല്ല പ്രശ്നം, നമുക്കും പ്രശ്നമുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളെ തന്നെ നോക്കി നമ്മുടെ ഫ്രണ്ട്സ് ആക്കും, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലെ ഒരാളാക്കി മാറ്റും. നമ്മൾ തേടിപ്പോയി ഇവരെ കണ്ടുപിടിച്ച് ആ വള്ളി ഏറ്റെടുക്കുകയും ചെയ്യും. അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കഴിയുമ്പം അവർ പൊടിയും തട്ടി പോകും. ആ പൊടിയും തട്ടി പോകുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ട്രോമ, നമുക്കുണ്ടാവുന്ന ട്രസ്റ്റ് ഇഷ്യൂസ്, നമുക്കുണ്ടാവുന്ന ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞറിയിക്കാൻ പോലും പറ്റൂല. ഇതിൽ നിന്ന് നമ്മൾ കുറെ ലെസൺസും നമ്മുടെ ലൈഫിലേക്ക് പകർത്താറുണ്ട് അല്ലേ? നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കാതെ 1 മാസത്തിലോ 2 മാസത്തിലോ 1 വർഷത്തിലോ ഒരു 5-6 വർഷം കഴിഞ്ഞോ നമുക്ക് ഇവരെ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ആൾക്കാർ ദിവസവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ എന്തായാലും ഇങ്ങനെയുള്ളവർ വരും. ഇവരുടെ ക്യാരക്ടറോ ബിഹേവിയറോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. അപ്പൊ എങ്ങനെ സ്വന്തം കാര്യം നോക്കുവല്ലേ?